ഇനി രാജ്ഭവനിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗവർണർ മുഖത്ത് നോക്കുക പോലും ചെയ്തില്ലെങ്കിൽ അത് നാണക്കേടാകുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിഞ്ഞ ദിവസത്തെ അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുത്തതേയില്ല. കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നു. നയപ്രഖ്യാപന ദിനത്തിൽ അസാധാരണ നടപടി സ്വീകരിച്ചതിന് ശേഷം ഈ ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു എന്നതാണ് റിപ്പബ്ലിക് ദിനത്തിലും വ്യക്തമായ കാര്യം. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിന പരേഡിൽ കണ്ടപ്പോഴും പരസ്പരം മിണ്ടാതെ അകന്നു മാറുകയായിരുന്നു ഗവർണറും മുഖ്യമന്ത്രിയും ചെയ്തത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൂർണ്ണമായി ബഹിഷ്കരിച്ചത്. രാജ്ഭവനിൽ ഗവർണറുടെ അറ്റ് ഹോം വിരുന്നിൽ പങ്കെടുത്തില്ല. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിലാണ് ബഹിഷ്കരണം. മന്ത്രിമാരെ കൂടാതെ പല ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിന് എത്തിയിരുന്നില്ല. BJP നേതാക്കളായ ഒ രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരും പൗരപ്രമുഖരും വിരുന്നിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഗവർണറുടെ വിരുന്നിനായി രാജ്ഭവൻ 20 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ ബജറ്റ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയായിരുന്നു തുക അനുവദിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് നിശ്ചയിച്ചിരുന്ന വിരുന്നിലേക്ക് മന്ത്രിമാർക്ക് പുറമെ വിശിഷ്ടാതിഥികൾക്കും ക്ഷണമുണ്ടായിരുന്നു. മുൻപ് പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറിന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് നടത്തിയ ചായ സൽക്കാരവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചയാക്കിയത് കേന്ദ്ര സർക്കാർ നേട്ടങ്ങളായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി സംസ്ഥാന സർക്കാർ പദ്ധതിയെക്കുറിച്ച് കാര്യമായി പറഞ്ഞതുമില്ല. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപാടുകൾ അക്കാദമി മേഖലയിലെ മലിനമാകുന്നു. ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണെന്നും ഗവർണർ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്, അതുപോലെ തന്നെ ഗൈഡ്, സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയും വേദിയിൽ സന്നിധനായിരുന്നു. മുഖ്യമന്ത്രി എത്തി കുറച്ചു സമയം കഴിഞ്ഞാണ് ഗവർണർ ചടങ്ങിന് വന്നത്. മുഖ്യമന്ത്രിയെ നോക്കാതെയാണ് ചടങ്ങിലേക്ക് ഗവർണർ കടന്നത്. പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് അടുത്ത് ഇരിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും പരസ്പരം മിണ്ടിയതേയില്ല. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും ഗവർണർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരികയാണ്. സംസ്ഥാനങ്ങൾക്ക് ഗവർണർ പദവി ആവശ്യമില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. സ്വന്തം കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ഉല്ലാസയാത്ര നടത്താനുള്ള പദവിയല്ല ഗവർണറുടേത് എന്നും അതിനുള്ള പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ 70% സമയവും ഗവർണർ കേരളത്തിൽ ഇല്ലായിരുന്നു. ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡ് മുഴുവൻ സമയവും പ്രസംഗം വായിച്ചത് എങ്ങനെയാണ് എന്നും പരേഡിൽ മുഴുവൻ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. റിപ്പബ്ലിക് ദിന പരിപാടിയിൽ കേരളത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് പറഞ്ഞത്. ജനാധിപത്യ വിരുദ്ധമായ പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് എന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് എന്തും ചെയ്യാമെന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി.